സെസ്സിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ കടം വാങ്ങിയോ ചെയ്തെടുക്കുന്ന വീടുകളല്ലല്ലോ സെസ്. സെസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ കരാറുകാരിൽ നിന്ന് 1% സെസ് തിരിച്ചെടുക്കണം. ഇന്ന് അദാനി അംബാനി ഈ രാജ്യത്ത് ഏറ്റവും വലിയ കരാറുകാരെന്ന് പറയുന്നത് ഊരാളുകൾ സൊസൈറ്റിയാണ്. ഇവരെവിടെ സെസ് അടയ്ക്കുന്നു? അതാണ് നമ്മളെ ചോദ്യം. നമ്മൾ ഇതിനകത്തുള്ള വിഷയം ഉന്നയിക്കുന്ന വിഷയം അതാണ്. ഈ ഊരാളുകൾ സൊസൈറ്റി എന്ന് പറഞ്ഞത് ഇവിടുത്തെ സാധാരണ അതൊരു മറ്റൊരു വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കെട്ടിടത്തിന് ഒരു നിർമ്മാണ ചെലവ് കണക്കാക്കി അതിന്റെ 1% സെസ്സാക്കി പിരിക്കുന്നത്, ഈ നിർമ്മാണ ചെലവ് ഇവരെങ്ങനെയാണ് കണക്കാക്കുന്നതാണ് എന്റെ ചോദ്യം. അതെ, അവിടെയാണ് വിഷയം. അതായത് ഇപ്പോ നമ്മള് സ്ക്വയർ ഫീറ്റ് 800 രൂപയാണ് നമ്മൾ ആവറേജ് കണക്കാക്കിയില്ലെങ്കിൽ 1800 ഇവിടുത്തെ ഫിക്സഡ് റേറ്റ് ഇവര് കണക്കാക്കുകയാണ്. ഇവരാണ് കേൾക്കുന്നത്. ഇവര് വന്ന് അളക്കുകയൊക്കെ ചെയ്യും അല്ലേ? അളന്നതിന് ശേഷം ആണ് തിട്ടപ്പെടുത്തുന്നത്. ഉണ്ട് അവരളക്കും. അതായത് മുൻകാലങ്ങളിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കുന്ന സെസ് അനുസരിച്ച് 1% അടച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഉടമസ്ഥന്റെ വിചാരം ഇത് തീർന്നു എന്നാണ്. 2007, 2008, 2009 സെസ്സാണ് ഇപ്പോ ലേബർ ഓഫീസിൽ കിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2024 23 ലാസ്റ്റ് 24 ലാസ്റ്റ് 25 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ, പഞ്ചായത്തുകളെ ഏൽപ്പിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച ഒരു സെസ്സാണോ? 2007 പ്രഖ്യാപിച്ച ഒരു സെസ്സാണോ? സെസ്സിൽ കേന്ദ്ര അമെന്റ്മെന്റിൽ 1991 സെസ് ഉണ്ട്. അത് വാസ്തവാണ്. അതിനകത്ത് പിരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാന്ന് മാത്രം അല്ലേ? അതായത് ഈ ഇതിനകത്തുള്ള നിങ്ങൾ ആലോചിക്കണം, 20 ലക്ഷത്തോളം തൊഴിലാളികൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത തൊഴിലാളിയാണ്. ഈ 20 ലക്ഷം × 600 ഒരു തൊഴിലാളി നിങ്ങൾ കണക്കാക്ക്. എത്ര രൂപ ഇതിനകത്തേക്ക് വരുമാനം വന്നു? ഇപ്പൊ ഒരു മാസം കൊടുക്കാൻ നമുക്ക് വേണ്ടത് 60 കോടി രൂപ. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കണക്കാക്കിക്കോ. നമ്മളെ ചോദ്യം അതല്ല. ഈ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാതെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ കരാറുകാർ, റോഡ് വർക്ക്, പാലം വർക്ക്, PWD, വാട്ടർ അതോറിറ്റി, KSEB,